BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Polywootal Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Paranjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Colorical Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal, the complete family shopping, near Private Bus Stand, Thodupuzha. Hedge Wealth Management Services. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നഷ്ടമായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്നാ ലോൺ കിട്ടിയെന്നറിയാമോ? ഇതാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025, 9747929290. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ഹോട്ടൽ മാനേജ്മെന്റ് പഠന മേഖലയിൽ സജീവ സാന്നിധ്യമായ ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്പോസിറ്റ് ശ്രീകൃഷ്ണ ടെമ്പിൾ, തൊടുപുഴ. അരുണാപുരം, പാല. PP ജോസ് റോഡ്, ചങ്ങനാശ്ശേരി. ഷീ സ്റ്റൈൽ, ദ കംപ്ലീറ്റ് ലേഡീസ് ഫാഷൻ ബ്ലോക്ക്. ഫോൺ 04862228751. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. അജ്വാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ്, ജോർജ് ടൗൺ, വെങ്ങല്ലൂർ, തൊടുപുഴ. ഫോൺ 7558884325. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. വിശ്വാസം, പൂർണ്ണത, സംതൃപ്തി. ലവ് കിഡ്സ്, ജെസ്പി കിഡ്സ്. നെല്ലുവേലിൽ കർട്ടൻ ആൻഡ് ഫർണിഷിംഗ്, മുണ്ടമറ്റം പമ്പിന് സമീപം, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. ഫോൺ 9961015419. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ.
കേന്ദ്ര സർക്കാരിന്റെ 3ാം വാർഷികാഘോഷം തൊടുപുഴയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് സഹമന്ത്രി പൊൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP അധ്യക്ഷത വഹിച്ചു. ജൂൺ 14 രക്തദാതാക്കളുടെ ദിനം. തൊടുപുഴയിൽ നടന്ന രക്തദാതാക്കളുടെ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിരുന്ന KTOCMന്റെ കൊടിമരം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കൊടിമരം നശിപ്പിച്ചത്. തൊടുപുഴയിൽ വിളിച്ചു ചേർത്ത ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗം നടന്നില്ല. കമ്മിറ്റി അംഗങ്ങളെ അറിയിക്കാത്തതിനെ തുടർന്ന് യോഗം മാറ്റിവെക്കുകയായിരുന്നു. ലക്ഷങ്ങൾ മുതൽ മുടക്കി 1 മാസം മുൻപ് അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച ആലപ്പുഴ മധുര ദേശീയപാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേലച്ചുവട റോഡ് തകർന്നു. Today is my day. Polywootel Silks, കോട്ടയം, തൃശൂർ, തൊടുപുഴ, കൊല്ലം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ 3ാം വാർഷികാഘോഷം തൊടുപുഴയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് സഹമന്ത്രി പൊൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP അധ്യക്ഷത വഹിച്ചു. The BHIM app, which is today the world's most popular digital transaction app. Under Make in India program, the Modi government has given manufacturing sector a major boost. Our government has been laying great emphasis on continuous growth of industries to ensure rapid production. For instance, we have been witnessing higher production levels in urea, coal and electricity. India would attract maximum foreign direct investment, leading to the highest forex resource. Our government had also regulated the price of stents and thus brought heart treatment at affordable costs, thereby ensuring treatment of poor patients. Inflation is under control and we are now the fastest growing economy in the world. ഷിപ്പ്യാർഡ് ചെയർമാൻ മധു S. നായർ, ഓഡിറ്റ് കമ്മിറ്റി ചെയർമാൻ B. രാധാകൃഷ്ണ മേനോൻ, കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ, നഗരസഭാ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ, ജില്ലാ കളക്ടർ GR ഗോകുൽ IAS, BJP ജില്ലാ പ്രസിഡന്റ് ബിനു J. കൈമൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ പെരുവനം കുട്ടന്മാരാർ, കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ എന്നിവരെ ആദരിച്ചു. ദീനദയാൽ സേവാ ട്രസ്റ്റിനുള്ള സ്കൂൾ ബസിന്റെ താക്കോൽ ദാനവും അദ്ദേഹം നിർവഹിച്ചു. തൊടുപുഴയിൽ വരവേറ്റത് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരുടെ മേളം. വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെ എല്ലാവരും താളം പിടിച്ച് മേളം ആസ്വദിച്ചു. സർക്കാരിന്റെ വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രസംഗത്തിനിടയിലും മന്ത്രി കുട്ടന്മാരാരെ അഭിനന്ദിച്ചു. ജൂൺ 14 രക്തദാതാക്കളുടെ ദിനം. തൊടുപുഴയിൽ നടന്ന രക്തദാതാക്കളുടെ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു.
ദാനം ചെയ്യൂ, ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി ഈ ദിനം ആചരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ 5000-ഓളം ആളുകൾ രക്തം ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 15,000 രോഗികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അത്രമാത്രം ഒരു ജനകീയ കൂട്ടായ്മ, സഹകരണം ഈ ബ്ലഡ് ഡൊണേഷൻ രംഗത്ത് തൊടുപുഴയിലുണ്ട്, അല്ലെങ്കിൽ ഈ മേഖലയിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇടുക്കി ജില്ലയിലാണ് ഇവിടെ പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലാകെ രക്തദാനത്തിൻ്റെ സന്ദേശം എത്തിക്കുവാൻ തീർച്ചയായിട്ടും സഹായിക്കും. അവരുടെ ആരോഗ്യത്തെ ഒരു കാരണവശാലും ഹാനികരമായി ബാധിക്കില്ല എന്നുള്ള അവബോധം ഉയർത്തേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ ദിനത്തിൻ്റെ ശരിയായ നടത്തിപ്പിന് വേണ്ടി മുൻകൈയെടുത്ത് എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ട് ഇതിനുവേണ്ടി രംഗത്ത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നഗരസഭ വൈസ് ചെയർമാൻ ടി.കെ. സുധാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ രേഖ ടി.ആർ. മുഖ്യപ്രഭാഷണം നടത്തി. അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ സുരേഷ് വർഗീഷ് രക്തദാന സെമിനാർ നയിച്ചു. തൊടുപുഴ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിൽ അംഗം സലിംകുട്ടി, ഇടുക്കി DPM ഡോക്ടർ സുജിത്, ഡോക്ടർ PC ജോർജ്, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ തങ്കച്ചൻ ആന്റണി, ജില്ലാ മാസ് മീഡിയ ഓഫീസർ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മിറ്റി യോഗം നടന്നില്ല. കമ്മിറ്റി അംഗങ്ങളെ അറിയിക്കാത്തതിനെ തുടർന്ന് യോഗം മാറ്റിവെക്കുകയായിരുന്നു. MLA ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ യോഗത്തിനെത്തിയിരുന്നു. കമ്മിറ്റിയുടെ അധ്യക്ഷ നഗരസഭാ ചെയർപേഴ്സണായിരിക്കെ ജോയിന്റ് RTO യോഗം വിളിച്ചത് ചട്ടലംഘനമാണെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. മുട്ടം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ടൗണിൽ പ്രവേശിക്കണമെന്ന കോടതി വിധി നടപ്പാക്കാൻ പോലും കഴിയാത്ത RTO ഉദ്യോഗസ്ഥർ തൊടുപുഴ സ്വദേശികളല്ലാത്തവർക്ക് കത്തയച്ച് യോഗം കൂടുവാൻ തീരുമാനിച്ചത് ഉദ്യോഗസ്ഥ അനാസ്ഥയുടെ ഭാഗമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് പറഞ്ഞു. ഒരു വിഭാഗം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും ഒഴിവാക്കിയാണ് യോഗം വിളിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും പ്രതിനിധികളായി ഈ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ വരികയും പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളെ പോലും അതിനകത്ത് ക്ഷണിച്ചിട്ടില്ല. ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ ലിസ്റ്റ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ജോയിന്റ് RTO തന്നിരിക്കുന്ന ഈ ലിസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ആളുകൾ പോലും അവരാരാണെന്ന് പോലും ആർക്കും അറിയാൻ പറ്റില്ല. കുറേ ആളുകൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോയിന്റ് RTOയ്ക്ക് എന്താണ് അധികാരം ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിക്കാൻ? സംസ്ഥാന ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറിയായി രൂപീകൃതമാക്കിയിരിക്കുന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷനാണ്. അതിന്റെ കൺവീനർ പോലീസ് DYSP-ആണ്. ഇവരാരുമല്ലാതെ ജോയിന്റ് RTOയ്ക്ക് ഇങ്ങനൊരു യോഗം വിളിക്കുവാൻ ആരധികാരം കൊടുത്തു എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അങ്ങനെ എല്ലാം തോന്നിയാസം നടത്താനാണെങ്കിൽ ഇവരത് ചെയ്തിട്ട് വരട്ടെ, തീരുമാനങ്ങൾ എടുത്തിട്ട് വരട്ടെ. നടപ്പിലാക്കുന്നത് ടൗണിനകത്തും ഈ നഗരത്തിലേക്ക് വരുന്ന ആളുകൾക്ക് വല്ല പ്രയാസം ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ അത്ര വലിയ താല്പര്യപൂർവ്വമാണ് ഇവിടെ ഈ കമ്മിറ്റി അധികാരമില്ലാത്ത ആൾ വിളിച്ചതെങ്കിൽ ഒരു കോടതി ഉത്തരവ് വന്നിട്ട് വർഷം ഒന്നാകാൻ പോകുന്നു. മുട്ടത്ത് നിന്നും തൊടുപുഴയിലേക്ക് വരുന്ന ആളുകളുടെ യാത്രാക്ലേശം അതിരൂക്ഷമായിരിക്കുന്നു ഈ പരിഷ്കാരത്തിന്റെ ഫലമായി എന്ന് പറഞ്ഞാൽ അവർ കോടതിയിൽ പോയി. അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കോടതിയിൽ പോയി കോടതി ഈ വ്യവഹാരികൾക്ക് അനുകൂലമായ ഒരു ഉത്തരവ് കൊടുത്തിട്ട് ആ ഉത്തരവ് പാലിക്കുവാൻ ഈ ജോയിന്റ് RTOയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറായിട്ടില്ല. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിരുന്ന KTOCMന്റെ കൊടിമരം സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കൊടിമരം നശിപ്പിച്ചത്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാമൂഹ്യവിരുദ്ധരുടെ നടപടിയാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൊടിമരം നശിപ്പിക്കുന്ന കേസുകളിൽ പോലീസ് വേണ്ടത്ര ജാഗ്രത കാണിക്കാത്തതും സാമൂഹ്യവിരുദ്ധർക്ക് പ്രചോദനമാകുന്നു. കൊടിമരം നശിപ്പിച്ചതിന്റെ പേരിൽ അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും വരെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ നാളുകളിൽ അരങ്ങേറിയിരുന്നു. ഇത്തരം സാമൂഹ്യവിരുദ്ധരെ പിടികൂടിയാൽ തന്നെ രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. കൊടിമരമാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധരെ തല്ലി തകർത്തിട്ടിരിക്കുന്നത്.
ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല. ഈ പാർട്ടി നേതാക്കന്മാരോ അല്ലെങ്കിൽ പാർട്ടി മുന്നണികളായിട്ടോ അതിനകത്ത് വിരോധമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് തൊഴിലാളികളുടെ ഈ കൊടിമരത്തേലല്ല. ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് ഇവിടെ സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ഇത് ആദ്യത്തെ പ്രാവശ്യമല്ലേ കൊടിമരം കളയുന്നത്. ഇതിനു മുമ്പ് കൊടിമരം തകർത്തിരുന്നു. അന്നും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് യാതൊരു നടപടിയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ 2-3 കച്ചവട സ്ഥാപനങ്ങളിലെ ക്യാമറയെല്ലാം ഉണ്ട്. കൃത്യമായിട്ട് താര കളഞ്ഞതെന്ന് പോലീസിൻ്റെ അന്വേഷണം തെളിവാകും. ഇതിൽ ശക്തമായ പ്രതിഷേധം തൊടുപുഴയിലെ ബസ് ജീവനക്കാരുടെ പേരിലും അതിൽ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ പേരിലും KGC എമ്മിൻ്റെ പേരിൽ കേരള മോട്ടോർ തൊഴിലാളി എംപ്ലോയീസ് യൂണിയൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ആ പ്രതിഷേധം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അക്രമികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കൊടിമരം നഷ്ടപ്പെടുന്നതിൻ്റെ പേരിൽ കേരളത്തിൽ പല സ്ഥലത്തും അതിൻ്റെ പേരിൽ രാഷ്ട്രീയ അക്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ഇപ്പോൾ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ഇതിൻ്റെ പേരിലൊരു അക്രമം ഉണ്ടാകുവാനും അതല്ല ഇവിടുത്തെ സ്വൈരജീവൻ താർക്കുവാനുമായിട്ട് അത് സാമൂഹ്യ വിരുദ്ധർ ഇതിന് മുൻകൈ എടുത്തു നേതൃത്വം കൊടുത്തു എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു തേക്കുംകാട്ടിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലം, സെക്രട്ടറി ഇൻചാർജ് VT ബൈജു, അസിസ്റ്റന്റ് സെക്രട്ടറി വിജി മാത്യൂസ്, സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ VJ ഡാൻസി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കരുമണ്ണൂർ നിർമ്മല പബ്ലിക് സ്കൂളിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ A1 നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ ലൂസിറ്റ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു വിജയത്തിന് നിങ്ങളെ സഹായിച്ചത് ദൈവമാണ്. മാത്രമല്ല നിങ്ങളുടെ കഠിന അധ്വാനമാണ്. ഒപ്പം നിങ്ങളോട് കൂടെ നിന്ന നിങ്ങളുടെ അധ്യാപകരും എവിടെ കുറവുണ്ട് എന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാം തിരുത്തി തന്ന് നിങ്ങളെ പരീക്ഷയ്ക്ക് ഒരുക്കിയ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ഒപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളുടെ രക്ഷകർത്താക്കള്, അതുപോലെ തന്നെ ഈ സ്കൂളിലുള്ള എല്ലാ അധ്യാപകരും, നമുക്കവരെ ഒരിക്കലും മറക്കാനാവില്ല. നിങ്ങളുടെ ഈ വിജയത്തിന്റെ പിന്നിൽ അധ്വാനം ചെയ്ത ഒത്തിരി പേരുണ്ട്. നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയുള്ള ഒരു ജീവിതമായിരിക്കണം. കാരണം നിങ്ങൾ ഇവിടെ നഴ്സറി തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച് ഇവിടെ നിന്ന് നിങ്ങൾ പടിയിറങ്ങി പോയപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചില്ല എല്ലാത്തിനും A+ കിട്ടുമെന്നൊന്നും. ഒരു 20 കുട്ടികൾക്ക് കാണുമെന്ന് അധ്യാപകർ അന്നും എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ 8 നമുക്ക് ലാഭമായി കിട്ടിയതാണ്. അക്കാദമിക് കോർഡിനേറ്റർ VR സുനോജ്, PTA പ്രസിഡന്റ് സജിമോൻ K ആൻഡ്രൂസ്, MPTA പ്രസിഡന്റ് ജിൽസി അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സി സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി അജയ് വേണു നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തുടർച്ചയായി 6ാം തവണയാണ് സ്കൂൾ 100% വിജയം നേടുന്നത്. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ നഗരസഭ തകൃതിയായി നടത്തുമ്പോഴും തൊടുപുഴ ടൗണിന്റെ ഹൃദയഭാഗത്ത് വെള്ളക്കെട്ടുകൾ. പഴയ ഹെഡ് പോസ്റ്റ് ഓഫീസ് വെയർഹൌസ് റോഡിലാണ് പുതിയതായി വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഏതാനും നാളുകൾക്ക് മുൻപ് ഈ റോഡിന്റെ ഒരു ഭാഗം ടൈൽ വിരിച്ച് വൃത്തിയാക്കിയിരുന്നു. ഇതിനോട് ചേർന്നുള്ള 5 മീറ്ററോളം വരുന്ന ഭാഗത്താണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. നഗരസഭ അനുവദിച്ച ഫണ്ട് അപര്യാപ്തമായതാണ് ഈ ഭാഗം ടൈൽ വിരിക്കാൻ സാധിക്കാതിരുന്നത്. കുറച്ച് പണം കൂടി അനുവദിച്ചാൽ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. MD-യുമായ ഡോക്ടർ ജോസ് പോളിന്റെ എന്റെ പുറപ്പാട് യാത്ര എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച പ്രസ് ക്ലബിൽ വെച്ച് നടക്കും.
ഭൂമിയും പണവും സ്വന്തമാക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്നവർക്ക് ഒരു സന്ദേശമാണ് തന്റെ പുസ്തകത്തിലൂടെ നൽകുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വജീവിതത്തിൽ താനും അങ്ങനെ ഒരാളായിരുന്നുവെന്നും അത് സാധ്യമല്ലെന്ന് തനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആ കാഴ്ചപ്പാടിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് നഷ്ടപ്പെട്ടതെല്ലാം തനിക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് നേടുവാൻ കഴിയില്ല എന്ന ബൈബിളിലെ വചനമാണ് തന്റെ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെന്നും ഇങ്ങനെയൊരു പുസ്തകം എഴുതുവാൻ തനിക്ക് പ്രചോദനമായതെന്നും ഡോക്ടർ ജോസ് പോൾ പറയുന്നു. പുസ്തകത്തിൻ്റെ പേര് എൻ്റെ പുറപ്പാട് യാത്ര. പുറപ്പാടെന്നും യാത്രയെന്നും പറഞ്ഞാൽ ഒന്ന് തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. പുറപ്പാട് ബൈബിളിൽ പുറപ്പാട് എന്നുള്ള ആ ഭാഗം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു യാത്രയായി അതിനെ ചിത്രീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഭാഗം മനുഷ്യ മനസ്സുകളിൽ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നുള്ള ഒന്നാണ്. എൻ്റെ ഉദ്ദേശം നടക്കാതെ വന്നപ്പോൾ 2 കോടി രൂപ കടം വന്നു. അങ്ങനെ വലിയൊരു കടക്കാരനായിട്ട് മാറി. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരിക്കലും അതിന് കരകയറാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ദൈവമേ എന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ചരുളി, മോനെ നിനക്ക് 2 കൂടെ വഴിയ, ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ ഭൂമി. അത് എൻ്റെ വലിയൊരു പാഠമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അന്ന് തീരുമാനമെടുത്തു, എനിക്ക് സ്വർഗം മതി, ഭൂമി വേണ്ട. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചേക്കാം, നിനക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ അതുകൊണ്ടല്ലേ നീ അങ്ങനെ തീരുമാനമെടുത്തെന്ന്. നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, എനിക്ക് നഷ്ടപ്പെടുത്താൻ അങ്ങനെ ദൈവം അനുവദിച്ചുകൊണ്ടാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ടോ നല്ല ദൈവം എനിക്ക് ആ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് തിരികെ തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 2 ആഴ്ച കൊണ്ട് ഒരു മാജിക്കാരൻ മാജിക് കെട്ടടിക്കുന്നത് പോലെ 2 ആഴ്ച കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ എൻ്റെ സ്ഥലങ്ങൾ, എൻ്റെ ആശുപത്രി, എൻ്റെ വീട്, എനിക്കുണ്ടായിരുന്ന കടബാധ്യതകൾ എല്ലാം 2 ആഴ്ച കൊണ്ട് ഒരു മാജിക്കിലെ കെട്ടടിക്കുന്നത് പോലെ അഴിക്കുവാൻ എൻ്റെ ദൈവം കൃപയായി. വലിയൊരു അത്ഭുതം തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ഏഞ്ചൽ വോയിസ് ഡയറക്ടറും മൂവാറ്റുപുഴ രണ്ടാർപള്ളി വികാരിയുമായ ഫാദർ കുര്യാക്കോസ് കച്ചിരമറ്റം വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. വിജ്ഞാനമാതാ പള്ളിയിലെ ക്വയർ ധ്യാന ശുശ്രൂഷ നടത്തി. വികാരി ഫാദർ തോമസ് പെരിയപ്പുറം നേതൃത്വം നൽകി. സെന്റ് ആന്റണീസ് വാർഡിന്റെ നേതൃത്വത്തിൽ പാസ്വേഡ് നേർച്ചയും നടന്നു. ക്രൈസ്തവർ പീഡിപ്പിക്കുന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും വായിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ നാടുകളിലേക്ക് അത് വന്നിട്ടില്ല. ഈ അടുത്ത ദിവസങ്ങളിലും എത്രയോ പേർ ഈശോയുടെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ പേരിൽ വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെയൊക്കെ അടുത്ത് എത്തിയിരിക്കുന്ന സാക്ഷികളാകാൻ വേണ്ടി ഒരു കഥ ആന്റണി ടിമല്ലോ, ടോണി ടിമല്ലോ എന്ന് പറയും അദ്ദേഹം പറയുന്ന കൊച്ചു കഥയാണ്. ഒരു ദിവസം ഈശോ പള്ളിയിലെ വികാരിയച്ഛൻ ഒരു ദർശനം എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇടവകയിൽ വരാൻ പോകുന്ന ഇന്ന ദിവസം. അത് കേട്ടതോടുകൂടി പിറ്റേ ദിവസം രാവിലെ തന്നെ പള്ളിയിൽ ആൾക്കാരെ എല്ലാം മണിയടിച്ച് വിളിച്ച് കൂട്ടിയിട്ട് അച്ഛൻ ജനങ്ങളോട് പറഞ്ഞു, ഈശോ നമ്മുടെ വീടിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടവകയിലേക്ക് വരുവാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. 1 ലക്ഷം രൂപയുടെ തൈകളാണ് വിതരണം ചെയ്തത്.
ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. വഴുതന, തക്കാളി, പച്ചമുളക്, പയർ, ബീൻസ്, പാവൽ, മത്തൻ, വെള്ളരി, കത്രിക്ക, ചീര തുടങ്ങിയ 10 ഇനം പച്ചക്കറി തൈകളടങ്ങുന്ന 500 കിറ്റുകളാണ് വിതരണം ചെയ്തത്. ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് സേനാപതി ശശി, പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപിന് പച്ചക്കറി തൈകൾ നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ ലിജു വർഗീസ്, വി രാജയ്യ, എം ഹരിചന്ദ്രൻ, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എം വി കുട്ടപ്പൻ, കെ കെ അലി, അജയകുമാർ, പാൽരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. കരുമണ്ണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ബുധനാഴ്ച രാവിലെ എത്തിയവർ ടോയ്ലറ്റ് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടിലായി. ജീവനക്കാർ യഥാസമയം എത്താത്തതാണ് പ്രശ്നമായത്. ടോയ്ലറ്റുകൾ പൂട്ടിയിട്ടതിനാൽ ഇവിടെ എത്തിയ രോഗികൾ സമീപത്തുള്ള സ്കൂളിലും വീടുകളിലും മറ്റും പോകേണ്ട സ്ഥിതിയുണ്ടായി. ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. സംഭവം അറിഞ്ഞ പി.ജെ. ജോസഫ് MLA പഞ്ചായത്ത് അധികൃതരോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. അന്വേഷണത്തിൽ ടോയ്ലറ്റിന്റെ പൈപ്പ് അടഞ്ഞതാണ് കാരണമെന്ന് അധികൃതർ MLA അറിയിച്ചു. ഉടൻ തന്നെ ടോയ്ലറ്റ് പ്രവർത്തന സജ്ജമാക്കണമെന്ന് MLA അധികൃതരോട് ആവശ്യപ്പെട്ടു. ലക്ഷങ്ങൾ മുതൽ മുടക്കി 1 മാസം മുൻപ് അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച ആലപ്പുഴ മധുര ദേശീയപാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേരച്ചൂട് റോഡ് തകർന്നു. കരാറുകാരന്റെയും PWD ഉദ്യോഗസ്ഥരുടെയും ഒത്തുകളിയിൽ 1 മാസം മുമ്പ് ലക്ഷങ്ങൾ മുതൽ മുടക്കി അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച വണ്ണപ്പുറം ചേലച്ചൂട് റോഡ് തകർന്നു. പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് ഇടുക്കി MLA റോഷി അഗസ്റ്റിന്റെ ശ്രമഫലമായി 32 ലക്ഷം രൂപ മുതൽ മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയ റോഡാണ് 1 മാസത്തിനുള്ളിൽ തകർന്നത്. എന്നാൽ റോഡ് പണി നടക്കുമ്പോൾ തന്നെ പണിയിൽ ക്രമക്കേടുണ്ട് എന്നാരോപിച്ച് പ്രദേശവാസികൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതിയെ തുടർന്ന് യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തത് മൂലമാണ് ഇപ്പോൾ ഈ റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആലപ്പുഴ മധുര ദേശീയപാതയുടെ ഭാഗമായ ചേലച്ചൂട് വണ്ണപ്പുറം റോഡിന്റെ ഗതാഗതം വളരെയേറെ ദുഷ്കരമായ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട MLA ശ്രീ റോഷി അഗസ്റ്റിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിച്ചിൽ 10 ലക്ഷം രൂപ പ്ലാത്തിക്കവല വണ്ണപ്പുറം റോഡിലേക്കും ചേലച്ചോട് മുതൽ പ്ലാത്തിക്കവല വരെ 18 ലക്ഷം രൂപയും 12 ലക്ഷം രൂപയായി 2 റീച്ചുകളിലായി അനുവദിച്ച പണം ഉപയോഗിച്ച് റോഡിന്റെ പാച്ച് വർക്കുകൾ നടത്തി. ആ പാച്ച് വർക്കുകൾ നടത്തുന്നതിലുണ്ടായ അപാകത അപ്പോൾ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും സമയാസമയങ്ങളിൽ വിവരം അറിയിക്കുകയും അവർ നിർമ്മാണ പ്രവർത്തനം ശ്രദ്ധിച്ചോളാമെന്ന് വാക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കഞ്ഞിക്കുഴി ഗവൺമെന്റ് ITയുടെ ഭാഗത്ത് വളരെ മോശമായ 1 മാസം പോലും തികയുന്നതിന് മുമ്പ് തന്നെ റോഡിന് കുഴി വന്നിരിക്കുക. അതുകൂടാതെ കഞ്ഞിക്കുഴി ടൗണിൽ നിന്നും പഴയക്കണ്ടത്തേക്ക് പോകുന്ന ഭാഗത്ത് വട്ടോമ്പാറയ്ക്ക് അപ്പുറം വാഹനം കടന്നു പോകാൻ പോലും പാകമല്ലാത്ത രീതിയിൽ റോഡ് പൊളിഞ്ഞിരിക്കുക. ഇത് കോൺട്രാക്ടറും ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ഒത്തുകളിയിൽ നടന്നിട്ടുള്ള നിർമ്മാണ അപാകതയാണെന്ന് ബോധ്യപ്പെടുന്നു. അതിന് എത്രയും വേഗത്ത് അധികാരികൾ വേണ്ടപ്പെട്ട അന്വേഷണം നടത്തുകയും അതിനുവേണ്ട നടപടികൾ ഉണ്ടാവുകയും ചെയ്യണമെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പാലക്കാരനായ കരാറുകാരനും PWD ഉദ്യോഗസ്ഥരും തമ്മിലുള്ള രഹസ്യധാരണയാണ് റോഡ് പണിയിൽ വൻ ക്രമക്കേട് നടക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മഴക്കാലം തുടങ്ങിയപ്പോഴേക്കും റോഡിന് ഈ അവസ്ഥയാണെങ്കിൽ മഴക്കാലം കഴിയുമ്പോഴേക്കും റോഡ് തന്നെ കാണാൻ സാധ്യതയില്ലെന്നാണ് നാട്ടുകാരുടെ പക്ഷം. വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതെ പുറം ജില്ലകളുമായി ഏറ്റവും എളുപ്പം ബന്ധപ്പെടാൻ സഹായിച്ചിരുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നിരവധി സമരങ്ങളുടെ ഫലമായാണ് അറ്റകുറ്റപ്പണിക്കായി ഫണ്ട് അനുവദിച്ചത്. ഇത് കരാറുകാരന്റെയും PWD ഉദ്യോഗസ്ഥരുടെയും അഴിമതി മൂലം ഒരു നാടിന്റെ ഏറെ നാളത്തെ കാത്തിരിപ്പ് കൂടിയാണ് ഇല്ലാതായത്. PWD ഉദ്യോഗസ്ഥർക്കെതിരെയും കരാറുകാരനെതിരെയും മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സഞ്ചാരികൾക്ക് ഏറെ പ്രിയമേകി ഇടുക്കി വരിക്കമുത്തൻ ഹിൽ ടോപ്പ്. വരിക്കമുത്തൻ ഹിൽ ടോപ്പിന്റെ വികസനത്തിനായി സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകുകയാണെങ്കിൽ ഇടുക്കിയിലെ തന്നെ മികച്ച ഹിൽ ടോപ്പ് സ്റ്റേഷനായി മാറാൻ വരിക്കമുത്തൻ ഹിൽ ടോപ്പിന് സാധിക്കും. ഇടുക്കിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇനിയും സ്ഥാനം പിടിച്ചിട്ടില്ലാത്ത വരിക്കമുത്തൻ ഹിൽ ടോപ്പ് സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമാവുന്നു. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ 18ാം വാർഡിൽ ഉൾപ്പെട്ട വരിക്കമുത്തൻ പ്രദേശത്തെ ഏറ്റവും ഉയർന്നതും വിസ്തൃതവുമായ മലയാണ് വരിക്കമുത്തൻ ഹിൽ ടോപ്പ്. ആലപ്പുഴ മധുര അന്തർ സംസ്ഥാന പാതയോരം ചേർന്ന് നിൽക്കുന്ന ഈ മലയിലേക്ക് പ്രതിദിനം 100 കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്. ജില്ലയുടെ വിദൂര ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന വരിക്കമുത്തൻ ഹിൽ ടോപ്പ് ഏറെ മനോഹരവും മനസ്സിന് ഉന്മേഷം പകരുന്നതുമാണെന്ന് സന്ദർശകരും പറയുന്നു. നമ്മൾ ചൂടുണ്ടായാലും വെയിലുണ്ടായാലും ഇതിന്റെ മുകളിൽ കയറുമ്പോൾ നല്ല കാറ്റാണ്, നല്ലൊരു ആശ്വാസമാണ്. ഇവിടെ വരുമ്പോൾ ജനങ്ങൾക്ക് ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് കടന്നു വരാം. ഇവിടെ ആ ഒരു പ്രകൃതി ശല്യം ഒന്നുമില്ല. നല്ല
ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇവിടെ. എപ്പോൾ വേണമെങ്കിലും വരാം, ഒരു പൊതുശല്യമില്ല. ഇതൊക്കെ വളർന്നു വരണമെങ്കിൽ നമ്മളെപ്പോലെ ജനങ്ങൾ തന്നെ ഇതിന് മുൻകൈ എടുക്കണം. സർക്കാർ ഇതിൻ്റെ ഒപ്പം നമ്മളൊപ്പം ചേരണം, എന്നാലേ ഇതൊക്കെ വളരുകയുള്ളൂ. എന്നാൽ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു വരുന്ന വരിക്കുമുത്തൻ ഹിൽ ടോപ്പ് സർക്കാരിന്റെ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ ആവശ്യമായി ഇടപെടലുകൾ നടത്തി വരികയാണെന്നും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് കുമാർ പറഞ്ഞു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കുമുത്തൻ ഹിൽ ടോപ്പ് എന്ന് പറയുന്ന ഈ പ്രദേശം ഇന്ന് സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമായി മാറുകയാണ്. ഇവിടെ വരുന്നവർ കുഞ്ഞുകുട്ടികളടക്കം നിരവധി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അവരിവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്. ഈ മേഖലയിൽ, ഈ പഞ്ചായത്തിലെ തന്നെ മറ്റ് ടൂറിസം മേഖലയിൽ ഒന്നും തന്നെ അതീവ പ്രാധാന്യത്തോടുകൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തുന്നില്ല. എന്നാൽ തുടർന്നുള്ള കാലങ്ങളിലെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നടത്തുന്ന ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വരിക്കുമുത്തൻ ഹിൽ ടോപ്പ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് മേഖല ഒരു കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിൽ ഉയർത്തി കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് ഇവിടുത്തെ ജനങ്ങളും ഞാനും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മഴയുടെ കുറവ് ഇടുക്കിയിലെ ഏലം ഉൽപാദനത്തെ സാരമായി ബാധിച്ചു. രാജ്യത്തെ പ്രമുഖ ഏലം ഉൽപാദന മേഖലയായ ജില്ലയിലെ ഏലമലക്കാടുകളിൽ വേനൽ മഴ ലഭിക്കാത്തതിനാൽ ഏലച്ചെടികളിൽ ഇനിയും പൂവിട്ടിട്ടില്ല. മഴയുടെ കുറവ് ഇടുക്കിയിലെ ഏലം ഉൽപാദനത്തെ ബാധിച്ചു. രാജ്യത്തെ പ്രമുഖ ഏലം ഉൽപാദന മേഖലയായ ജില്ലയിലെ ഏലമലക്കാടുകളിൽ മഴ ലഭിക്കാത്തതിനാൽ ഏലച്ചെടികൾ ഇനിയും പൂവിട്ടിട്ടില്ല. കാലവർഷം ദുർബലമായതോടെ ജൂൺ മാസത്തിൽ ആദ്യ വിളവെടുപ്പ് നടത്തേണ്ട തോട്ടങ്ങളിൽ വിളവ് നാമമാത്രമായി ചുരുങ്ങും. മുൻ വർഷങ്ങളിൽ ജൂൺ മാസം മുതൽ ഏലത്തിന്റെ പ്രധാന വിളവെടുപ്പ് നടക്കുന്ന കാലമായിരുന്നു. ഈ വർഷം ഒരു പ്രാവശ്യ വിളവെടുപ്പ് മുടങ്ങും. കാലവർഷം ഇനിയും ശക്തിയാർജിച്ചില്ലെങ്കിൽ തുടർന്നുള്ള വിളവെടുപ്പുകളും പ്രതിസന്ധിയിലാവും. ഏലച്ചെടികൾ പൂവിടാത്തതിനാൽ കായ്കൾ ശരങ്ങളിൽ വേണ്ടത്ര ഉണ്ടായിട്ടില്ല. മഴയുടെ കുറവ് മൂലം പൂവിട്ട ഏലച്ചെടികളിലെ കായ്കൾ കൊഴിയുകയുമാണ്. ഉടുമ്പൻചോല താലൂക്കിലെ ഏലത്തോട്ടങ്ങളിലാണ് ഉൽപാദനം സാരമായി കുറയുന്നത്. ജൂണിൽ കാലവർഷ ശക്തിയാർജിക്കുമെന്ന പ്രതീക്ഷയിൽ വളപ്രയോഗം നടത്തിയ കർഷകർക്കും തിരിച്ചടിയായി. മഴയില്ലാത്തതിനാൽ വളപ്രയോഗം നടത്തിയിട്ടും ഏലച്ചെടികൾ മുരടിച്ചു നിൽക്കുകയാണ്. മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഫലപ്രദമായില്ല. രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന മുഖ്യ കാർഷിക വിളയായ ഏലത്തിന് വിലത്തകർച്ചയും തുടരുകയാണ്. 900 രൂപയാണ് ഏലം കിലോഗ്രാമിന് കർഷകർക്ക് ലഭിക്കുന്ന ഇപ്പോഴത്തെ വില. വേനൽക്കാല പരിചരണ ചെലവ് മുൻ വർഷങ്ങളെക്കാൾ കൂടുതലായിരുന്നു ഇത്തവണ. ജലസേചന സൗകര്യങ്ങൾ കുറഞ്ഞ തോട്ടങ്ങളിൽ കൃഷിനാശവും ഉണ്ടായി. കാലവർഷത്തെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കർഷകർ നിരാശയിലുമായി. ഏലത്തോട്ടങ്ങളിലെ ജലസ്രോതസ്സുകൾ വരണ്ട നിലയിലാണ്. മഴ ഇനിയും ശക്തിയാർജിച്ചാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമാകും. ഒരാഴ്ചക്കാലം തുടർച്ചയായി മഴ ലഭിച്ചാൽ മാത്രമേ ഏലത്തോട്ടങ്ങളിലെ വരൾച്ചയ്ക്കും വിളനാശത്തിനും പരിഹാരം ഉണ്ടാവുകയുള്ളൂവെന്ന് പ്രമുഖ കർഷകനായ സോണി കയ്യാലയ്ക്കകത്ത് പറയുന്നു. ഈ വർഷം ജൂൺ ആരംഭത്തിലെ തന്നെ മഴ പെയ്യുമെന്നുള്ള ഒരു പ്രവചനം ടി വിയിലും മറ്റു മാധ്യമങ്ങളിലെല്ലാം കൂടെ കണ്ടതനുസരിച്ച് കർഷകർ അഡ്വാൻസ് ആയിട്ട് കുറേ വളപ്രയോഗങ്ങളൊക്കെ ഏലത്തിന് നടത്തി. കലക്കി ഒഴിക്കുന്ന വളങ്ങൾ, അതുപോലെ തന്നെ ചൂട്ടിലിട്ട് കൊടുക്കുന്നത്, ഇതെല്ലാം മഴ പെയ്ത് കഴിയുമ്പോൾ തന്നെ ഏലത്തിന് പെട്ടെന്നൊരു ഗുണകരമാകുകയും അത് കായലോട്ടൊക്കെ നല്ല രീതിയിൽ വരികയും ചെയ്യുന്ന രീതിയിലാണ് കർഷകർ ചെയ്തത്. പക്ഷേ ഈ വളപ്രയോഗങ്ങളും കലക്കി ഒഴിക്കുകയും കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം മഴ വന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ വേരിന് കേടുകളുണ്ടായിട്ടുണ്ട്. ഏലത്തിന് ഉണ്ടായി വന്ന ഏലക്കായും കൂടെ പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു റൗണ്ട് ഇപ്പം തന്നെ നമുക്ക് നഷ്ടത്തിലാണ് ഇപ്പം കർഷകർ നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് പാറേക്കരി അച്ഛന്റെ ചിന്തകൾ ശ്രവിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ധാരാളം ആളുകൾ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ ചൊല്ലി വല്ലാതെ ഉലഞ്ഞും തളർന്നും തകർന്നും ഇരിക്കുകയാണ്. അയ്യോ, ഞാൻ എന്ത് ചെയ്യും എന്ന ചോദ്യം നിരന്തരം കേൾക്കുകയാണ്. വൈമാനികരെ പരിശീലിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് എയർഫോഴ്സിൽ വിമാനത്തിൽ നിന്ന് പാരച്യൂട്ടിൽ താഴേക്ക് ചാടുമ്പോൾ അവരോട് പറയുന്നൊരു പ്രത്യേക കാര്യമുണ്ട്. ഒരിക്കലും താഴോട്ട് നോക്കരുത്, ചക്രവാളത്തിലേക്ക് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളം സംഭ്രമിക്കും. താഴേക്ക് നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം തന്നെ നിശ്ചലമായി പോകും. താഴേക്ക് നോക്കരുത്, ചക്രവാളത്തിലേക്ക് നോക്കുക. ഇതുതന്നെയാണ് പ്രശ്നങ്ങൾ നേരിടുന്നവരോടും പറഞ്ഞു വയ്ക്കാനുള്ളത്. നിങ്ങളൊരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കരുത്. പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാൽ അത് പർവ്വതാകാരം കൊണ്ട്
നിങ്ങളുടെ മുകളിൽ അത് ഭാരമായി മാറി നിങ്ങളെ തകർത്ത് കളയും. നിങ്ങൾ മുകളിലേക്ക് നോക്കുക. പ്രശ്നപരിഹാരകനായ ഒരാളുണ്ട് അവിടെ. ചക്രവാള സീമകൾക്കപ്പുറത്ത് ശക്തി സ്രോതസ്സായി അവനിപ്പോഴും നിൽക്കുന്നുണ്ട്. പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നവർ തളർന്നു പോകും. ദൈവത്തെങ്കിലേക്ക് നോക്കുന്നവർ ശക്തി പ്രാപിക്കും. പ്രശ്നം ഏതുമാകട്ടെ, എന്തുമാകട്ടെ, എത്ര വലുതുമാകട്ടെ, അതിലൊരിക്കലും ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. പ്രശ്നങ്ങളുടെ മുൻപിൽ ശ്രദ്ധ മുഴുവനും ദൈവത്തിൽ കേന്ദ്രീകരിക്കുക. എന്നിട്ട് ശാന്തമായി മുൻപോട്ട് പോവുക. ഉറപ്പായിട്ടും ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം പാറാക്കരയിച്ച. ചരമവാർത്തകൾ. നെയ്ശ്ശേരി പടിപ്പുരയ്ക്കൽ മിഖായേൽ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ജൂൺ 15 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. ഭാര്യ പരേതിയായ ത്രേസ്യാമ്മ, മുതലക്കുടം ചെമ്പരത്തിക്കൽ കുടുംബാംഗം. മക്കൾ എൽസി, പരേതനായ ജോർജ്, മേരി, മൈക്കിൾ, ജെസി. മരുമക്കൾ ഉതുപ്പച്ചൻ നെടുമരുതും ചാലിൽ വണ്ണപ്പുറം, സിസിലി നേറനാൽ നാഗപ്പുഴ, ജോസ് പറപ്പിള്ളിൽ മുട്ടിയറ, ലൈസമ്മ കൊടുങ്കയത്തിൽ കൊടുമ്പിടി, സൈമൺ തോയിലിൽ നെയ്ശ്ശേരി. KSEB കരാർ തൊഴിലാളി പോസ്റ്റിൽ നിന്ന് വീണ് മരിച്ചു. അമയപ്ര കല്ലിങ്കൽ മാധവപിള്ളയുടെ മകൻ ഉത്തമൻ എന്ന് വിളിക്കുന്ന പുരുഷോത്തമനാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 6ഓടെ അമയപ്ര ചാക്കപ്പൻകവലയ്ക്ക് സമീപമാണ് അപകടം. ലൈനിലേക്കുള്ള മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടെ ഷോക്കേറ്റ് റോഡിലേക്ക് വീഴുകയായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ജയമോൾ, മക്കൾ രഞ്ജിത്ത്, അമൃത. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2725 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 121 രൂപ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 119 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 10 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ 3ാം വാർഷികാഘോഷം തൊടുപുഴയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് സഹമന്ത്രി പൊൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP അധ്യക്ഷത വഹിച്ചു. ജൂൺ 14 രക്തദാതാക്കളുടെ ദിനം. തൊടുപുഴയിൽ നടന്ന രക്തദാതാക്കളുടെ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിരുന്ന KTOCM-ന്റെ കൊടിമരം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കൊടിമരം നശിപ്പിച്ചത്. തൊടുപുഴയിൽ വിളിച്ചു ചേർത്ത ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗം നടന്നില്ല. കമ്മിറ്റി അംഗങ്ങളെ അറിയിക്കാത്തതിനെ തുടർന്ന് യോഗം മാറ്റിവെക്കുകയായിരുന്നു. ലക്ഷങ്ങൾ മുതൽ മുടക്കി 1 മാസം മുൻപ് അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച ആലപ്പുഴ മധുര ദേശീയപാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേലച്ചുവട റോഡ് തകർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.